സിന്ദൂരാരുണവിഗ്രഹാം ധനേനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാരത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മപത്രായതാക്ഷിം ഏമാം തപ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ആപോ ജ്യോതിരസോമൃതം ബ്രഹ്മഭുർഭുവസ്വരം ഓം ശാന്തി 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 ഹരി ഓം തത്സത് ഓം 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 റാം. നമ്മൾ ഈ പുരുഷാർത്ഥത്തെ പറ്റിയൊക്കെ പറയാറില്ലേ, വളരെ പ്രധാനമായിട്ട് കേൾക്കാറില്ലേ, ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ പറ്റി ഇല്ലേ? നമ്മളെല്ലാം പൊതുവിലെല്ലാവരും പഠിക്കുന്നു, അറിയുന്നു, ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൽ പരമപുരുഷാർത്ഥമായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് മോക്ഷത്തെയാണ് അല്ലേ? മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്ന പോലും എന്ന് പറയും ഇല്ലേ? എന്താ ഈ മോക്ഷം? സരളമായി പറഞ്ഞാൽ മോഹത്തിൻ്റെ ക്ഷയം, അതല്ലേ മോക്ഷം. ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ എന്ന് മാത്രമല്ലല്ലോ അർത്ഥം. അല്ല മരിച്ചു കഴിഞ്ഞ് എങ്ങാണ്ട് പോയിട്ട് ഏതാണ്ട് കിട്ടുന്ന എന്തോ അവസ്ഥയാണെന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ. ഇനി മോക്ഷത്തെ പ്രാപിക്കണമെങ്കിൽ ആഗ്രഹങ്ങളില്ലാതാവണ്ടേ? ആഗ്രഹം എങ്ങനെ ഇല്ലാണ്ടാവും? അതിനാണ് അർത്ഥകാമങ്ങൾ നേടാൻ പറയുന്നത്. അർത്ഥം എന്ന് വെച്ചാൽ എന്താ? ധനം നേടണമെന്നാണ് പറയുന്നത്. ധനവും സമ്പത്തും ഇല്ലേ എങ്ങനെയാ കാമങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കുക? ഇനി മോക്ഷാർത്ഥിയായിട്ട് ധർമ്മകാമങ്ങൾ ധർമാനുഷ്ഠിച്ച് അർത്ഥകാമങ്ങൾ നേടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാത്തിനോടും പതുക്കെ പതുക്കെ ഒരു വിടുതലുണ്ടാവാൻ സാധ്യതയില്ലേ? അത് ധാർമ്മികമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ അവനവൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്ത് എല്ലാവർക്കും നന്മ വരാൻ വേണ്ടി നല്ലൊരു ഇച്ഛയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ധനം നേടുമ്പോൾ, അതിനെ ഉപയോഗിച്ച് നമ്മൾക്ക് വന്നിരിക്കുന്ന നമ്മൾക്കുള്ള അതാത് കാലത്തുള്ള ആഗ്രഹങ്ങൾ സാധിച്ച് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മളാൽ തന്നെ. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മോഹം ക്ഷയിക്കാൻ സാധ്യതയില്ലേ? അപ്പം ശരിയായിട്ട് ജീവിക്കാത്തവന് മോക്ഷത്തിന് അർഹിക്കാൻ പറ്റുമോ? അർഹതയുണ്ടോ? ഉണ്ടാവുമോ? അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? നന്നായിട്ട് ജീവിക്കാന്നല്ലേ വേണ്ടത് അല്ലേ? ശരിയായ ജീവിതം കൊണ്ടല്ലേ, ശരിയായ ഭോഗം കൊണ്ടല്ലേ ശരിയായ യോഗം സാധ്യമാകൂ. ഭോഗം ജീവിതത്തിന് ഒഴിച്ചു കളയേണ്ട കാര്യമാണോ? ഇപ്പൊ പലരും ഈ യോഗസ്ഥിതിയെ പറ്റിയൊക്കെ സംസാരിക്കുകയും പഠിക്കുകയും അറിയാൻ ആഗ്രഹിക്കുകയും അതിലേക്ക് എത്തിപ്പെടാനൊക്കെ ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ലോകം മൊത്തം. പക്ഷെ ആഴത്തിൽ നോക്കുമ്പോൾ ഒന്ന് കാണാറുണ്ട്, എല്ലാവരും സത്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാനാണോ മനുഷ്യർ ആഗ്രഹിക്കുന്നത്? അല്ലല്ലോ, ജീവിക്കാനല്ലേ. പക്ഷെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് എന്താ വിചാരം? പരമമായ മരണം, അതാണ് മോക്ഷമായിട്ട് ധരിക്കുന്നത്. എല്ലാം മതിയായി, എനിക്ക് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായിട്ടിരിക്കണം. കാരണം ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിത ആനന്ദത്തോട് ജീവിക്കുന്നതിന് മരണമാണോ പ്രശ്നം? മോക്ഷമാണോ പ്രശ്നം? കാരണം ജീവിതം തന്നെ യോഗമായി തീരുമ്പോൾ, ജീവൻ തന്നെ ആനന്ദിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി എത്തിപ്പെട്ടില്ലേ അവിടെ. ഇതൊരു സാധാരണത്വമല്ലേ? നമ്മൾ എന്താ ഈ യോഗത്തെ അസാധാരണത്വമായിട്ട് ഇങ്ങനെ കാണപ്പെടുന്നത്? സാധാരണ ജീവിതമല്ലേ യോഗ ജീവിതം. നമ്മൾ എന്തുകൊണ്ട് അതിനെ അസാധാരണ വയ്ക്കുന്നത്? കാരണം നമുക്കത് എത്തിപ്പെടാൻ പറ്റില്ല എന്നൊക്കെ നമ്മളെ ആരോ പറഞ്ഞിരിക്കുന്നു അല്ലേ? നമുക്കത് അസാധ്യമാണ്, ചില പ്രത്യേക തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണോ ഇത്? നമ്മൾ ചില പ്രത്യേക സവിശേഷ ആൾക്കാരായി മാറിയില്ലേ? ഇല്ലേ? നമ്മൾ സാധാരണ മൃഗത്തെ പോലും അല്ലല്ലോ ജീവിക്കുന്നത്. നിരന്തരം ടെൻഷൻ മേടിച്ച്, നിരന്തരം കഷ്ടപ്പെട്ട്, നിരന്തരം ഓരോരോ വിചാരങ്ങളിലും പെട്ടല്ലേ ജീവിക്കുന്നത്. ഇത് സാധാരണ ജീവിതമാണോ? നമ്മൾ ഓൾറെഡി അസാധാരണക്കാരായിപ്പോയി. ഒരു യോഗിയുടെ ജീവിതം വെച്ചാൽ സാധാരണ ജീവിതമാണ്. ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ പിടിച്ച് പൂജിച്ച് കളയും. എളുപ്പമുണ്ടല്ലോ, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ യോഗികളെ പൂജിക്കുന്നത്. ഈശ്വരനെ തന്നെ പൂജിക്കുന്നതാ ഈശ്വരൻ രക്ഷപ്പെടാൻ വേണ്ടിയാ അല്ലേ? ഈശ്വരനെ പ്രേമിച്ച് ഈശ്വരൻ അലിഞ്ഞില്ലാണ്ടായി തീരേണ്ടതല്ലേ ശരിക്കുള്ള യോഗം അല്ലേ? ഈ ലോകമായി കാണപ്പെടുന്നതൊക്കെ പ്രകൃതി തന്നെയല്ലേ? ഈ പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയല്ലേ? ഇതല്ലേ നമ്മളെ രക്ഷിക്കുന്നത്.
ഇപ്പൊ അറിയപ്പെടുന്ന ഞാനാകുന്ന ഈ ശരീരവും മനസ്സും ഒക്കെ ഈ പ്രകൃതിയാകുന്ന അമ്മ തന്നെയല്ലേ? എന്തിനാ ഇതിനൊക്കെ ഒളിച്ചോടുന്നത്? ഇനി പ്രണയിച്ച് പ്രേമിച്ച് ആനന്ദിച്ച് ഇവിടെ ജീവിച്ചുകൂടെ? അപ്പം മോക്ഷം എന്തായി? കരഗതമായി. പ്രകൃതി തന്നെ അനുഗ്രഹിക്കും, ആ പരമേശ്വരനിലെത്തിക്കും. അങ്ങനെയല്ലേ വേണ്ടത്? ഇതിൻ്റെ മാർഗമാണ് അഞ്ചാമത്തെ പുരുഷാർത്ഥം, അഥവാ കുണ്ടലിനി ജാഗരണം. വേദോപനിഷത്തുകളിലും മറ്റ് പല ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റിയൊന്നും അധികം വർണ്ണിച്ച് കാണാറില്ല. പക്ഷെ ദേവതാദി കാര്യങ്ങളെയൊക്കെ നോക്കിയാൽ, പുരാണാദികളൊക്കെ നോക്കിയൊക്കെ കാണാം, ഇത് ഉണർന്നവരായിരുന്നു. ഇല്ലേ? നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സിംബോളിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാര്യം പിടികിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് കർമ്മയോഗത്തെ, ജ്ഞാനയോഗത്തെ, ഭക്തിയോഗത്തെ പറ്റി പറയാറുണ്ട്, ഇല്ലേ? എന്താ കർമ്മയോഗം? ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, ഇതാണോ കർമ്മയോഗം? കർമ്മത്തിൽ ആനന്ദിക്കലാണ് കർമ്മയോഗം. ഇനി ജ്ഞാനമില്ലാത്തവന് കർമ്മയോഗം ഉണ്ടാവുമോ? എന്താ ഞാൻ ചെയ്യുന്ന അറിവില്ലാത്തവന് അത് ശരിയായി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി ജ്ഞാനം നേടിയവനോ? ജീവിതത്തിൽ പ്രേമമില്ലെങ്കിൽ ജീവിതത്തിൽ വല്ല രസം ഉണ്ടാവുമോ? ഉണക്ക ബ്രെഡ് പോലെ ഇരിക്കില്ലേ? ഇച്ചിരി ജാമോ ബട്ടറോ ഒക്കെ തേച്ചാലല്ലേ ഈ ബ്രെഡ് കഴിക്കാൻ പറ്റൂ? അതുപോലെ നമ്മുടെ പലരുടെയും ജീവിതം ജ്ഞാനികളായി വരണ്ട് ഉണങ്ങി ശാന്തിയെ ലഭിച്ചിരിക്കുന്നു. പക്ഷെ ജീവിതം എന്തൊരു ഉണങ്ങിയായിരിക്കുന്നത്. ഇങ്ങനെയാണോ നമ്മുടെ ദേവതാദികളൊക്കെ ജീവിച്ചായിട്ട് പറയുന്നത്? ആണോ? അവർ സുകുമാരന്മാരായിട്ടല്ലേ പറയുന്നത്, അല്ലേ? മനസ്സും ശരീരവും ഒക്കെ സുകുമാരത്തെ, ലാവണ്യത്തെ പ്രാപിച്ചിരുന്നു. നമുക്ക് ആ ലാവണ്യം പോയിട്ട് ആരോഗ്യം പോലും ഇല്ല. ഉണ്ടോ? എന്തേ ഇങ്ങനെ വരണ്ടുണങ്ങാൻ കാരണം? കാരണം നമ്മൾ ആവശ്യമില്ല ജ്ഞാനമെന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെയോ ഉണങ്ങിയ സാധനത്തെ കയറി പിടിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളെല്ലാം ഉണക്ക ബ്രെഡ് പോലെ ആയിപ്പോയി. അപ്പൊ ആ ജീവിതത്തിൽ തേക്കേണ്ട ബ്രെഡിന്റെയും ജാമിന്റെയും പേരാണ് ഭക്തി അഥവാ പ്രേമം. ഈ പ്രേമം ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ ജീവിതത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ. ഇനി കുണ്ടലിനി മാർഗം എന്ന് വെച്ചാൽ സരളമായി പറഞ്ഞാൽ കർമ്മം, ജ്ഞാനം, ഭക്തി ഇവയുടെ പൂർണ്ണതയാണ്. ആദ്യം പണിയെടുക്കണം. എങ്ങനെ? ജ്ഞാനത്തോടെ പണിയെടുക്കണം. അപ്പൊ ജ്ഞാനവും പ്രാപ്തമായി, കർമ്മവും പ്രാപ്തമായി. ഇനി എന്താണ്? പ്രേമം. ആ പ്രേമത്തിൽ അലിഞ്ഞ്, ആ ഗുരുപ്രേമത്തിൽ അലിഞ്ഞില്ലാണ്ടാവൽ, കുണ്ടലിനി ഉത്ഥാനമായി. ഈ പറഞ്ഞ അഞ്ചാമത്തെ പുരുഷാർത്ഥമായ കുണ്ടലിനി ജാഗരണം എത്തപ്പെടും. ഇത് സരളമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഉപായം. അല്ലാതെ കുറെ കഠിന സാധന ചെയ്തും കഷ്ടപ്പെട്ടു ഒന്നുമല്ല. അവനവൻ്റെ ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായി യോഗമാർഗത്തിൽ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇതാണ് പുരാണങ്ങളും നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതവസ്ഥയിലും ഏത് കർമ്മം ചെയ്യുന്നവനും ഈ യോഗസ്ഥിതിയെ പ്രാപിക്കാവുന്നതാണെന്ന്, ഇല്ലേ? ആ സമസ്ഥിതിയായ യോഗസ്ഥിതിയെ പ്രാപിക്കാവുന്നതാണ്. ഇതിനെയാണ് കുണ്ടലിനി തന്ത്രയോഗം എന്ന് വിളിക്കുക. അപ്പം നമുക്ക് ആദ്യം കുണ്ടലിനി തന്ത്രം പഠിക്കാം. ടെക്നോളജിയാണ് പഠിക്കേണ്ടത്. രണ്ടാമത് യോഗം. അങ്ങനെയല്ലേ വേണ്ടത്? ആദ്യം നമ്മുടെ മനസ്സിനെ വശത്താക്കണ്ടേ? അതാണ് കുണ്ടലിനി തന്ത്രം. അതിനുശേഷം മനസ്സിനെ ലയിപ്പിച്ച് ആ ശാന്തിയിലേക്ക് പൂർണ്ണമായിട്ട് ലയിച്ചില്ലാണ്ടാവണ്ടേ? അതിൻ്റെ പേരാണ് കുണ്ടലിനി യോഗം. മനസ്സിലായോ? ഇതൊക്കെ സരളമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായി സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി അവൻ്റെ കുടുംബത്തിൽ ഇരിക്കുക. ഇനി കുടുംബം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഇത് ഗൃഹസ്ഥ സന്യാസം. അങ്ങനെ ആയിരുന്നില്ലേ നമ്മുടെ പ്രാചീന യോഗികളെല്ലാം? ഗൃഹസ്ഥ സന്യാസികളായിരുന്നില്ലേ? നമ്മൾ എന്താ ഇന്നൊക്കെ ഇതിനൊക്കെ ധരിച്ചു വെച്ച് ദൂരെ കൊണ്ടുവച്ചിരിക്കുന്നത്? വളരെ സരളമാണിത്. ഒത്തിരി ദൂരെയുള്ള സാധനമൊന്നുമല്ല. ഈ ഹൃദയം എത്ര എടുത്താണ് നമ്മളോടിരിക്കുന്നത്? ഇതിനേക്കാളും എടുത്താണ് ഈശ്വരൻ നമ്മളിരിക്കുന്നത്. മനസ്സിലായോ കാര്യം? ഇനി കാര്യം മനസ്സിലായി എന്ത് ചെയ്യണം? പണിയെടുക്കണം. എങ്ങനെ എടുക്കണം? കർമ്മയോഗിയായിട്ട് പണിയെടുക്കണം. അറിവോടുകൂടി പണിയെടുക്കണം. എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നറിയണം. അങ്ങനെ ആ കർമ്മവും ജ്ഞാനവും ഒക്കെ പതുക്കെ ഒതുങ്ങി ഭക്തി ഉണരും, പ്രേമം ഉണരും. ആഹാ, പിന്നെ സുഖ ജീവിതം, ആനന്ദ ജീവിതം. അതാ ആനന്ദാമി പഠിപ്പിക്കുന്നത്. ആനന്ദിൻ്റെ പണി എന്താ? അപ്പൊ എന്തൊക്കെയാവും? നമുക്ക് ആരോഗ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്യപ്പെടും. ഇതാ ഇവിടുത്തെ ചികിത്സ. ദി വേ ഓഫ് അഘോര.